പ്രതീക്ഷയോടെ ഏവരും കാത്തിരുന്ന ചിത്രമാണ് കങ്കുവ. ഇപ്പോഴിതാ കങ്കുവ ചിത്രത്തെ ന്യായീകരിച്ചെത്തിയ നടിയും സൂര്യയുടെ ഭാര്യയുമായ ജ്യോതികയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഗായിക സുചിത്ര. വിവാഹത്തിനു മുൻപ് വരെ നിങ്ങളോട് ബഹുമാനമുണ്ടായിരുന്നു, എന്നാൽ കങ്കുവ സിനിമയെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ പോസ്റ്റ് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടെന്നാണ് സുചിത്ര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. കങ്കുവ വളരെ മോശം സിനിമയാണെന്നും ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് പറയുന്നതെന്നും എനിക്ക് സൂര്യയോടാണ് ദേഷ്യം തോന്നുന്നതെന്നും സുചിത്ര വിമർശിക്കുന്നു. സിനിമയുടെ ആദ്യ പകുതി നല്ലതല്ലെന്ന് ജ്യോതിക തന്നെ പറയുന്നുണ്ട്. അതിനർത്ഥം എല്ലാവരും ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ 30 മിനിറ്റ് കഴിഞ്ഞ സിനിമയ്ക്ക് പോകണമെന്നാണോ? ഫാൻസ് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പരീക്ഷണത്തിന് ഞങ്ങളെയാണോ കിട്ടിയത് എന്നും സുചിത്ര ചോദിക്കുന്നു. സിനിമയുടെ ശബ്ദത്തെ കുറിച്ചടക്കം വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് കങ്കുവ നല്ല ചിത്രമാണ് എന്ന ഇൻസ്റ്റഗ്രാം കുറിപ്പോടെ ജ്യോതിക രംഗത്തെത്തിയത്. കങ്കുവ ഒരു സമാനതകളില്ലാത്ത സിനിമാറ്റിക് അനുഭവമാണെന്ന് ചിത്രത്തിന്റെ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് ജ്യോതിക പറഞ്ഞു. നെഗറ്റീവ് മാത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിൽ കങ്കുവയിലെ ദൃശ്യവിസ്മയങ്ങളും രണ്ടാം പകുതിയിലുള്ള സ്ത്രീകളുടെ പോരാട്ടവും ഒരു കുട്ടിയുടെ മികച്ച അഭിനയവും ഇവർ കണ്ടിട്ടില്ലെന്ന് നടിച്ചുവെന്നും ജ്യോതിക കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുചിത്രയുടെ വിമർശനവും. അതേസമയം ഏറെ ട്രോളുകളും ചിത്രം നേരിടുന്നുണ്ട്. അത്തരത്തിൽ ഒരു ട്രോളായ പ്രൊമോഷൻ സ്പീച്ചിലെ വാക്കുകൾക്ക് വിശദീകരണം നൽകുകയാണ് സൂര്യ ഇപ്പോൾ. ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും ഡയറക്ടർമാരും ഈ സിനിമയിലെ ചില സീനുകൾ വാ പൊളിച്ച് കണ്ടിരിക്കുമെന്നാണ് സൂര്യ കങ്കുവ ചിത്രത്തിന്റെ ഒരു പ്രൊമോഷനിടെ പറഞ്ഞത്. ഇത് അന്നു മുതൽ പലയിടത്തും ട്രോളായി വന്നിരുന്നു. ഇതിനു പിന്നാലെ കങ്കുവ റിലീസായ ആദ്യ ദിവസം വലിയ നെഗറ്റീവ് റിവ്യൂ ആണ് ലഭിച്ചത്. ഇതോടെ സൂര്യയുടെ പ്രസംഗം വലിയ തോതിൽ ട്രോളായി നിറയുകയും ചെയ്തു. എന്നാൽ കങ്കുവ റിലീസിന് മുൻപ് ഒരു അഭിമുഖത്തിൽ സൂര്യ ഈ പ്രസംഗം സംബന്ധിച്ച് വിശദീകരിക്കുകയുണ്ടായി. ചിത്രത്തിലെ പല രംഗങ്ങളും സംവിധായകൻ ശിവ ഒരുക്കിയത് ഗംഭീരമായിട്ടാണ്. അത് കണ്ടാൽ ചിലപ്പോൾ വിസ്മയിച്ചു പോയേക്കാം. അത് മാത്രമാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് സൂര്യ പറയുന്നത്. സംവിധായകനുള്ള അഭിനന്ദനമാണ് തന്റെ വാക്കുകളെന്നും അല്ലാതെ ട്രോൾ ചെയ്യുന്നതിനല്ല അഭിമുഖത്തിൽ പറഞ്ഞതെന്നും സൂര്യ വ്യക്തമാക്കുന്നു. എന്തായാലും വൻ ഹൈപ്പിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച് മാറ്റമുണ്ടാക്കാൻ പറ്റിയില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ചിത്രം കളക്ഷനിൽ കുതിക്കുകയാണ്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.